ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഴയ സാരിയിൽ എങ്ങനെ ഒരു അടിപൊളി ബെഡ് കവർ തയ്ച്ചെടുക്കാമെന്ന വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവർ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഗായ്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അളവ് പീസിൽ ലെങ്ത് 121 വിഡ്ത്ത് 55 ഉള്ളത്. സോ നമ്മൾ അളവെടുക്കുമ്പോൾ സാരിയിൽ ലെങ്ത് 55+1 തയ്യൽ തുമ്പ് കൂട്ടി വേണം അളവെടുക്കാനായിട്ട്. അപ്പോൾ 55+1 56 ഇഞ്ച് എന്നാൽ 56 ഇഞ്ച് നമ്മൾ അളന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സാരിയിൽ മാർക്ക് ചെയ്തിട്ട് അതിനെ ഫോൾഡാക്കി രണ്ടായിട്ട് മടക്കി എടുത്ത് വെട്ടി മാറ്റുക. നമ്മുടെ സാരിയിൽ വിഡ്ത്ത് 45 ഉള്ളൂ, ബട്ട് നമുക്ക് വിഡ്ത്ത് 56 വേണ്ടത്. സോ ബാലൻസ് വരുന്ന തുണിയിൽ നിന്നും 11 ഇഞ്ച് വെച്ച് വെട്ടി മാറ്റി എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ബെഡ് കവറിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ പീസ് നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത പീസാണ്. ലെങ്ത്ത് നോക്കി വെട്ടിയില്ലേ, ആ പീസാണിത്. ഇതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ വേണ്ടത് നമുക്ക് ഈ 3 പീസ് നമ്മൾ വെട്ടിയെടുത്തില്ലേ ബാലൻസ് പീസിന്ന്, ആ പീസാണ് ഇപ്പോൾ വേണ്ടത്. ഇത് 3ഉം കൂടി നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. നമ്മൾ സാരി ഒറ്റയായിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്താൽ അത് പിരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ അത് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നൂല് എണിച്ച് വരുവുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ടാകും. അതിനനുസരിച്ച് അതിന് വേണ്ടി നമ്മൾ ഈ സാരി ഡബിളാക്കി ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ സിംഗിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ന്യൂ ആയിട്ട് ചെയ്യുന്നവർ, പുതിയതായിട്ട് ചെയ്യുന്നവരൊക്കെ അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്തവർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഭയങ്കര നീറ്റുണ്ടാവും, കാണാനും ഭയങ്കര നീറ്റുണ്ടാവും. ഇപ്പോൾ നമ്മൾ 3 പീസും കൂടി ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കുന്ന പീസ് 143 ഇഞ്ച് വേണം. പക്ഷേ ഇതിൽ അത്ര ഇല്ല. സോ നമ്മൾ വേറൊരു ചെറിയൊരു തുണി അറ്റാച്ച് ചെയ്യേണ്ടി വരും. നേരത്തെ നമ്മൾ ലെങ്ത്ത് വെട്ടി വെച്ചിരുന്നില്ലേ, ആ പീസും പിന്നെ ജോയിൻറ്റ് ചെയ്ത ആ മറ്റേ പീസും കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഈ 2 പീസും കൂടി സൈഡ് ജോയിൻറ്റ് നീളത്തിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് എടുക്കണം. അതിന് നമ്മൾ സിംഗിളായി ജോയിൻറ്റ് ചെയ്യാതെ ഫോൾഡ് ചെയ്ത് തന്നെ ജോയിൻറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര നീറ്റിൽ കാണാനും ഭംഗിയും ഉണ്ടാവും, നല്ല ക്വാളിറ്റിയും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്തില്ലേ, അതുപോലെ മറുവശവും കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കണം. മറുവശത്ത് കറയുള്ള ഭാഗമായതിനാൽ നമുക്ക് ഫോൾഡ് ചെയ്തതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സിംഗിളായിട്ട് തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഭാഗത്ത് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറുഭാഗത്ത് 3 പീസ് നമ്മൾ ജോയിൻറ്റ് ചെയ്തില്ലേ, ആ പീസാണ് 1 2 3. ഈ 3 പീസും കൂടി നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ സൈഡിലേക്കുള്ള തുണിയാണ് തികയാത്തത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഷോളോ എന്തെങ്കിലും ചെറിയൊരു തുണി വെച്ചിട്ട് തുണി കഷ്ണം വെച്ച് ജോയിൻറ്റ് ചെയ്താൽ മതി. ഇനി ഈ അളവിലാണ് ആ തുണി കഷ്ണം വെട്ടിയെടുക്കേണ്ടത്. ഈ ഷോളിലാണ് നമ്മൾ ഇനി തികയാത്ത പീസ് വെട്ടിയെടുക്കേണ്ടത്. ഇപ്പം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്, വീതിയും നീളവും നോക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അവിടെ തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. ആ വീതിയിലും നീളത്തിലും കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ 2 ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നീളവും വീതിയും കൂടി ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഡബർ മടിച്ചടിക്കലാണ് ഇനിയുള്ളത്. അതിന് മുമ്പായിട്ട് നമുക്ക് നാട മടക്കി അടിച്ച് വെട്ടിയെടുക്കണം. ഇത് 4ആയി വെട്ടിയെടുത്തിട്ട് ആ ഡബർ അടിക്കുമ്പോൾ അതിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് ഈ നാടയും കൂടി അതിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ഇതോടുകൂടി നമ്മുടെ ബെഡ് കവറിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു ഗായ്സ്. എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.